ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹൃദയത്തെ കൊത്തി വലിക്കുന്നതായ കൊളുത്തി വലിക്കുന്നതായ അനേകം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. എന്നാൽ ദൈവ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഒരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ എന്തൊരു സമാധാനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ജനിച്ച സ്ഥലം തൃക്കാരിയിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ജനിച്ച നായർ കുടുംബത്തിൽ എൻ്റെ അച്ഛന് 3 ചേട്ടന്മാരുണ്ട്, അമ്മയ്ക്ക് 3 അമ്മാവന്മാരുണ്ട്, ഒരു പേരമ്മയും ഉണ്ടായിരുന്നു. ഇത്രയും അടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ കുടുംബം. എന്നാൽ ആ കുടുംബങ്ങളിൽ ഏറ്റവും തകർന്നുപോയ കുടുംബം ഞങ്ങളുടേതായിരുന്നു. ഏറ്റവും വില കുറഞ്ഞു പോയ കുടുംബം ഞങ്ങളുടേതായിരുന്നു. അതിന് കാരണം എൻ്റെ അച്ഛൻ ഒരു മദ്യപാനിയായി തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തല താണുപോയി. റോഡിൽ മദ്യപിച്ച് കിടക്കുന്ന, ഞാൻ പഠിക്കുന്ന ട്യൂഷൻ ക്ലാസ്സിലേക്ക് സിഗരറ്റ് വാങ്ങി വാടാ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന എൻ്റെ അധ്യാപകരുടെ മുമ്പിൽ ഞാൻ ലജ്ജിതനായി പോയ അനേകം കാലങ്ങളുണ്ട്. മാത്രമല്ല, എൻ്റെ അച്ഛൻ മദ്യപാനി ആയതുകൊണ്ട് വിശേഷ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ലജ്ജയോടെ സങ്കടത്തോടെ കരഞ്ഞിരുന്ന അനേകം കാലങ്ങൾ, 2 മാസമെല്ലാം അമ്മ വീട്ടിൽ പോയി താമസിച്ചതായ കാലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ കരുണാസമ്പന്നനായ, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്ന ജീവനുള്ള ദൈവം ഇന്നലെ രാത്രി ഞാൻ ഓർത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അച്ഛൻ 45-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തയാളാണ്. തൃക്കാരിയൂർ ദേശത്ത് അങ്ങനെ ആത്മഹത്യ ചെയ്ത അനേകം ആളുകളുണ്ട്. എൻ്റെ അമ്മയെപ്പോലെ 36-ാമത്തെ വയസ്സിൽ, അതിലും ചെറുപ്രായത്തിൽ വിധവമാരായി പോയി അനേകരുണ്ട്. അത് ഞങ്ങൾ 3 പേരാണ്. അതിൽ എണ്ണത്തിൽ കുഞ്ഞുങ്ങളുള്ള പല വീടുകളുണ്ടായിരുന്നു. സാമ്പത്തികമായി തീരെ താഴ്ന്ന കുടുംബങ്ങളുണ്ടായിരുന്നു, ഉയർന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിളിച്ച് വേർതിരിക്കുവാൻ കർത്താവിന് ഞങ്ങളോട് ഒരു കരുണ തോന്നി. എനിക്ക് കരുണ തോന്നണം. എന്തുകൊണ്ടാണ് കർത്താവേ ഈ കുടുംബത്തോട് ഇങ്ങനെ നീ കരുണ കാണിച്ചതെന്ന് ഒരു മനുഷ്യനും ചോദിക്കാൻ സാധിക്കില്ല. കാരണം കർത്താവ് എന്ന് പറഞ്ഞു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് ഞാൻ കരുണ കാണിച്ചിരിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ഓർക്കുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ കൃപയെ നാം മതിമറന്ന് സ്തുതിക്കുന്നത്. ഈ അപ്പുറത്തെ അന്തരീക്ഷത്തിന് തണുപ്പ് ഈ ഹോളിൽ ബാധിക്കരുത്, ഈ AC യുടെ തണുപ്പ് നമ്മെ ബാധിക്കരുത്. നാം കൂടി വരുമ്പോൾ അപ്പോൾ ഓർത്തുകൊള്ളണം ഞാൻ ആരായിരുന്നു എന്ന്. നിസ്സാരതയിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തിയെടുത്തു. പാട്ടുകാരൻ പാടുകയാണ്, കൃപ ലഭിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിച്ചിടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലംഘനങ്ങൾ ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ക്ഷമിച്ചു കിട്ടിയ പാപങ്ങൾ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിന് താളുകളിൽ ഒരു മഗ്ദല മറിയാമുണ്ട്. അവളുടെ ഉള്ളത്തിൽ എന്നും നന്ദിയാണ്. കാരണം പ്രിയരെ, ഈ ദാനിയേൽ എന്ന ഞാൻ ചെയ്ത അനേകം കാര്യങ്ങളുണ്ട്. ഞാൻ എന്തെല്ലാം നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പറയാത്ത എത്രയോ ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ടെന്നറിയാമോ? ഒരു സദസ്സിൽ വിളിച്ചു പറയാൻ സാധിക്കില്ല. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും കണ്ടിട്ടും എല്ലാം ക്ഷമിച്ച് പാപങ്ങൾ മറച്ചു തന്ന ഒരു ജീവനുള്ള ദൈവം. ദയ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. എനിക്ക് കർത്താവിൻ്റെ ദയ ലഭിച്ചു, എനിക്ക് കർത്താവിൻ്റെ കരുണ ലഭിച്ചു, കർത്താവിൻ്റെ കനിവ് എനിക്ക് ലഭിച്ചു. വീണ്ടും പാട്ടുകാരൻ അവസാനത്തെ വരി പാടുകയാണ്, നന്മ ലഭിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിച്ചിടട്ടെ എന്ന്. നന്മ, നമുക്ക് ദൈവത്തിൻ്റെ നന്മ ലഭിച്ചു. ദൈവത്തിൻ്റെ നന്മ എന്നുള്ളത് ഈ ഭൂമിയിലെ ഏതെങ്കിലും അനുഗ്രഹങ്ങളല്ല. ശരിയാണ് പ്രിയപ്പെട്ടവരെ, എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു, ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു. അതല്ല ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നന്മ നിത്യജീവനാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ ഓർക്കുന്നില്ലേ, പ്രിയപ്പെട്ട ഡോക്ടർ ജെയിംസിൻ്റെ അമ്മ കടന്നുപോയ സമയത്ത് നമ്മിൽ പലരും അവിടെ പോയതല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്കായിട്ടോ ഇല്ലേ, പ്രിയപ്പെട്ട രാജേഷേട്ടൻ്റെ ഷീബയുടെ അമ്മ കടന്നുപോയപ്പോൾ നാം അവിടെ പോയതല്ലേ? എന്താണ് അവിടെ നിത്യജീവൻ അവകാശികളായി കടന്നു പോകുന്നവരുടെ ഭാഗ്യം എന്താണ്? നാം വിശുദ്ധ മാതാവിനെ ആദരിക്കുന്നു, കന്യമാതാവിനെ ആദരിക്കുന്നു. പക്ഷെ യേശുവാണ് ഉന്നതൻ. ദൈവത്തിന് സ്തോത്രം. യേശുവാണ് രക്ഷ,
വിശുദ്ധന്മാർ അവിടെയുണ്ട്. മാതാവും വിശുദ്ധന്മാരും ഇരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് നാം എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. ആ നന്മയുടെ അവകാശികളായി നാം തീർന്നുവെങ്കിൽ നാം ദൈവത്തെ സ്തുതിക്കാൻ അല്പം പോലും സംശയിക്കേണ്ട കാര്യമില്ല. ആ കൃപ, ദൈവത്തിന് സ്തോത്രം. മറിയാമിന് കർത്താവിൻ്റെ കൃപ ലഭിച്ചു. മറിയാം പാടിയതെന്തെന്നാൽ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിലാണ് വിശുദ്ധ മറിയാമിൻ്റെ പാട്ടെന്ന് പറയുന്നത്. എൻ്റെ ഉള്ളം ദൈവത്തിൽ സന്തോഷിക്കുന്നുവെന്ന് നിന്റെ ദാസിയുടെ താഴ്ച നീ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. വിശുദ്ധ മറിയാം ഉള്ളവളായിരുന്നു. പക്ഷേ ഞാൻ ദാനിയേൽ എന്ന ഞാൻ അഹങ്കാരിയായിരുന്നു. പഠിക്കുമെന്നുള്ള അഹങ്കാരം, ഇന്ന കുടുംബത്തിലെ എന്നുള്ള അഹങ്കാരമായിരുന്നു. എൻ്റെ മുഖമുദ്ര അഴുക്കായിരുന്നു, എൻ്റെ മുഖമുദ്ര അശുദ്ധിയായിരുന്നു, എൻ്റെ മുഖമുദ്ര. പക്ഷേ എൻ്റെ മേലും കർത്താവിൻ്റെ കൃപ വന്നു. ആ കൃപ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയമാകുന്ന പാത്രത്തിലേക്ക് ഒരിക്കൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ധൈര്യമായി ദൈവത്തെ സ്തുതിക്കാം. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. ഹല്ലേലൂയ. ദയ ലഭിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചവരെല്ലാം കർത്താവേ, നിത്യജീവൻ എന്ന നന്മ മാത്രമല്ല, ഈ ഭൂമിയിൽ കയറിക്കിടക്കാൻ ഒരു വീട്, 4 ആളുടെ മുമ്പിൽ തലനൂർത്തി നിൽക്കാൻ ഒരു അഡ്രസ്സ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ചോർന്നൊലിക്കുന്ന വീട് മാറിയിട്ട് 2-3 മുറിയുള്ള വീട്ടിൽ കിടക്കാൻ കൃപ തന്ന എൻ്റെ നല്ല ദൈവം, എൻ്റെ മക്കളെ ഈ നിലയിലാക്കിയ ഒരു നല്ല ദൈവം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാം തന്ന യേശു ക്രിസ്തു, എൻ്റെ പ്രിയരെ, കണ്ണുനീരൊപ്പിത്തന്ന ദൈവം. നമുക്ക് വേറെ ഒന്നും പഠിക്കാനില്ല, വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഈ യേശുവിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഇപ്പോൾ നാം പാടുമ്പോൾ ആ സ്തുതിയിലാണ് ബന്ധനങ്ങൾ അഴിയുന്നത്, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു പോകുന്നത്, ഹൃദയത്തിലെ ഒരു ടൺ ഭാരം ഒലിച്ചു പോകുന്നത്, ഹൃദയത്തിൽ നിന്ന് പാപങ്ങൾ തെറിച്ചു പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിലാണ് അഴുക്കുകൾ ഒഴുകി ഒഴുകി ഇറങ്ങിപ്പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിലാണ് നിങ്ങളുടെ മൊബൈലിലെ അശുദ്ധി തെറിച്ചു പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിലാണ് നിങ്ങളുടെ തലച്ചോറിലെ അശുദ്ധിയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിലാണ് സ്വപ്നത്തിലെ തെറ്റുകൾ മാറിപ്പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിലാണ് എളിമ വരുന്നത്, വിനയം വരുന്നത്. എൻ്റെ പ്രിയരെ, നമുക്ക് വിനയപ്പെടാം, നമുക്ക് പാടാം, നമുക്ക് സമർപ്പിക്കാം. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന, യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിലിറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മമ്രയുടെ തോപ്പിലിറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന. മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന, യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് അന്ന് മോശ ഫറവോനോട് ചെന്ന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പറയുന്ന ഒരു വാക്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു വന്ന വിഷയം യാക്കോബിനെ കുറിച്ചായിരുന്നു. യാക്കോബ് നമ്മെപ്പോലെ അല്ലെങ്കിൽ അതിലും താണ രീതിയിൽ അനേക സ്വഭാവ വൈകല്യങ്ങളൊരു മനുഷ്യനായിരുന്നു. ഉബായി എന്നാണ് യാക്കോബിൻ്റെ പേരിൻ്റെ അർത്ഥം. പക്ഷേ യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി മാറ്റി. ദ പ്രിൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രഭുവാക്കി മാറ്റി. സൂത്രശാലിയും ചേട്ടൻ്റെ മുമ്പിൽ നുണ പറഞ്ഞവനും, അമ്മായിയപ്പൻ്റെ മുമ്പിൽ വിലകെട്ട് പോയവനും, ഭാര്യയുടെ മുമ്പിൽ താഴ്ന്നു പോയവനും,
മക്കൾ മൂലം നാറ്റിക്കപ്പെടുകയെല്ലാം ചെയ്തതായ യാക്കോബിനെ ദൈവത്തിൻ്റെ പ്രഭുകുമാരനാക്കി മാറ്റി. ഇന്ന് കഴിഞ്ഞ 3500 കൊല്ലമായി നാം ഉൾപ്പെടുന്നതായ ജനസമൂഹം ഇസ്രായേൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ആ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു 20 കൊല്ലക്കാലം യാക്കോബ് ബന്ധനത്തിലായിപ്പോയി. യാക്കോബിൻ്റെ ജീവിതത്തിൽ ആരാധന നഷ്ടപ്പെട്ടു പോയി. ശത്രുവിൻ്റെ പാളയത്തിൽ ഒരിക്കലും ആരാധനയില്ല. വായിക്കാം 9-ാം അധ്യായം 1-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഇസ്രായേൽ ജനം നോക്കുന്നുണ്ട്, ആരാധിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, അവരെ സ്തുതിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. കാരണം അവർ ശത്രുവിൻ്റെ ദേശത്താണ്, ശത്രുവിൻ്റെ പാളയത്തിലാണ്. അവർ ചോദിക്കുമ്പോൾ ആഹാരം ദൈവം കൊടുക്കുന്നുണ്ട്, അവർക്ക് കാടപ്പക്ഷിയെ കൊടുക്കുന്നുണ്ട്, മഞ്ഞ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു കാര്യം മാത്രം നഷ്ടപ്പെട്ടു പോയി. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ യാക്കോബിൻ്റെ ഒരു കരച്ചിലാണ്. ആ 30-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ അവിടെ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു, യാക്കോബ് അതിസമ്പന്നനായി തീർന്നു. ഒന്നുമില്ലാതെ സ്വന്തം ഭവനത്തിൽ നിന്നിറങ്ങി പുറപ്പെട്ടതായ യാക്കോബ്, ഇല്ലേ, നാം പലരും പറയില്ലേ, ഒന്നുമില്ലാതിരുന്നു, നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് വായിക്കാം 30-ന്റെ 2-ാം ഭാഗം. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിരുന്ന് വിതിമ്പി കരയുകയാണ്. എൻ്റെ സ്വന്തം ഭവനം, ദൈവം അന്ന് പഴയ നിയമകാലത്ത് അനുഗ്രഹിച്ചു തന്നതായ എൻ്റെ 2 ഭാര്യമാരുണ്ട്. ഈ 2 ഭാര്യമാര്, എൻ്റെ കീഴിൽ എൻ്റെ ഭാര്യമാര്, അവർ വിശ്വാസിനികളായി തീരേണ്ടതായിരുന്നു. പക്ഷെ അവർ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേദപുസ്തകമായിട്ടുള്ള നല്ല പരിചയം വേണം. ഇങ്ങനെ കൂടി വരുമ്പോൾ ഏതാനും ഭാഗങ്ങളൊക്കെ കേട്ടോ നിങ്ങൾ തൃപ്തിപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ഈ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞാലും, യെശയ്യാ പ്രവാചന പുസ്തകം എന്ന് പറഞ്ഞാലും, അല്ല ആമോസ് പ്രവാചന പുസ്തകം എന്ന് പറഞ്ഞാലും, സഖരിയ പ്രവാചന പുസ്തകം എന്ന് പറഞ്ഞാലും, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാലും, എവിടെയാണ് നിങ്ങൾക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. അതിന് തിരുവചനം ക്രമമായി വായിക്കണം, സ്ഥിരമായി വായിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജന്മദിന തീയതി മറന്നുപോയാലും, വിവാഹ വാർഷിക തീയതി മറന്നുപോയാലും, നമുക്ക് ജോലി കിട്ടിയ തീയതി മറന്നുപോയാലും ഒന്നും സാരമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ തിരുവചനം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വായിക്കുന്നതിൽ ഒരിക്കലും നാം പുറകോട്ട് പോകരുത്. സ്തോത്രം. ദൈവത്തിന് വലിയ നാം മഹത്വപ്പെടട്ടെ. യാക്കോബ് സ്വന്തം ഭാര്യമാര്, അവര് വിശ്വാസികളല്ല. അപ്പോൾ അവരിങ്ങനെ തമ്മിൽ തല്ലുകയാണ്. മക്കൾ തമ്മിൽ തല്ലുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനാണോ ഞാൻ പുറപ്പെട്ടത്? ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും? യാക്കോബിരുന്ന് കുറുകി കരയുന്നു. ആ കുറുകിയുള്ള കരച്ചിലാണ് 142-ാം സങ്കീർത്തനം 7-ാം വാക്യവും 137-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ നാം വായിക്കുന്നത്. 142-ാം സങ്കീർത്തനം അവസാനത്തെ വാക്യം നമ്മുടെ സുറിയാനി സഭയിൽ നാം 142-ാം മസമൂറ് എന്ന് പറയുന്ന സന്ധ്യാപ്രാർത്ഥനയിൽ നിന്ന് നാം പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. 142-ാം സങ്കീർത്തനം 7-ാം വാക്യം. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടക്കുന്നു. ദാവീദിന്റെ ആത്മാവ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആരാധനയില്ല. യാക്കോബ് അമ്മായിയപ്പൻ്റെ വീട്ടിൽ ആയിരിക്കുമ്പോൾ ആരാധനയില്ല. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തായിരിക്കുമ്പോൾ ആരാധനയില്ല. ഇനി 137-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ, അത് ഇസ്രായേൽ മക്കൾ ബാബേൽ പ്രവാസകാലത്തായിരിക്കുമ്പോൾ അവർക്ക് ആരാധന നഷ്ടപ്പെട്ടു പോയി. 137-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ വി വെപ്റ്റ്. ഞങ്ങൾ സിയോനെ ഓർത്തപ്പോൾ, ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്ന് പറഞ്ഞൊരു പഴയൊരു ഗാനം കേട്ടിട്ടുണ്ട്. ബൈ ദ റിവേഴ്സ് ഓഫ്, ബൈ എന്ന് പറഞ്ഞാൽ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങൾ സിയോനിലേക്ക് നോക്കി. സിയോൻ എന്താണ്? സ്വർഗ സിയോനുണ്ട്. ഇപ്പോൾ നാം ഈ കൂടിയിരിക്കുന്നത് ഒരു സിയോനാണ്.
സിയോൻ പർവ്വതം എന്തായിരുന്നു സിയോൻ പർവ്വതത്തിൻ്റെ പ്രത്യേകത? സിയോൻ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുമായിരുന്നു. ദൈവത്തിൻ്റെ തേജസ് അങ്ങ് പാളിക്കത്തി ഇറങ്ങി വരുമ്പോൾ ജനം ഒന്നിച്ച് ആർപ്പിടുമായിരുന്നു, ആരാധനയുണ്ടായിരുന്നു. എന്നാൽ ആരാധന നഷ്ടപ്പെട്ടു പോയി. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. അതിന്റെ നടുവിലുള്ള അലരി വൃക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിനെന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ ബന്ധിച്ചു കൊണ്ടുപോയവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ സിയോനിലെ പാട്ടൊന്ന് പാടാമോ? പ്രിയപ്പെട്ടവരെ, ബന്ധനത്തിൽ കിടക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പാട്ടില്ല, ആരാധനയില്ല, സന്തോഷമില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇവിടെ പലരും പറയാറില്ലേ, ഞാനും പറയാറില്ലേ, 2020 തുടങ്ങിയുള്ള 1-2 കാലങ്ങൾ ഒരു സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമായിരുന്നു? ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമായിരുന്നു? ഒന്ന് സ്തുതിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമായിരുന്നു? എല്ലാം നഷ്ടപ്പെട്ടു പോയ ജനം അവർ സിയോനിലേക്ക് നോക്കിക്കരഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് പണ്ട് ആരാധനയുണ്ടായിരുന്നു, പണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ തീ കത്തുമായിരുന്നു, അങ്ങ് ഇടനെഞ്ച് പൊട്ടിയിട്ട് ഹൃദയം വിങ്ങിയിട്ട്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ആരാധന തേജസ്സോടെ സിയോൻ പർവ്വതത്തിൽ ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരുമ്പോൾ ഹൃദയങ്ങൾ പൊട്ടിത്തകർന്ന് കണ്ണ് നിറഞ്ഞൊഴുകി കരങ്ങൾ ഉയർത്തി നാവ് ഏറ്റവും ശബ്ദത്തിൽ ഹാലേലുയ പാടി ആർത്തുപാടി ആരാധിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ അത് നഷ്ടപ്പെട്ടോർത്ത് കരഞ്ഞൊരു കാലമുണ്ട്. എന്നാൽ ജീവനുള്ള ദൈവം ഇന്ന് നമുക്കതെല്ലാം മടക്കി തന്നിരിക്കുന്നു. എല്ലാവരും പറയാറുള്ളതുപോലെ പണ്ടത്തേക്കാൾ ഉപരിയായി മടക്കി തന്നിരിക്കുന്നു. ഇതെല്ലാം ലഭിച്ചിട്ടും ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ആത്മാവ് കാരാഗ്രഹത്തിലായി പോയോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ ആത്മാവ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നുവോ? ഇതൊരു വലിയൊരു ബന്ധനമാണ്. ഒരു ബോണ്ടേജ് എന്ന് പറയും. ബോണ്ടേജ്, വലിയൊരു ബന്ധനം. കാരാഗ്രഹത്തിൽ കിടക്കുന്നത് പോലെ, ഒരിക്കലും നമുക്ക് പുറത്തു വരാൻ പറ്റാത്തതുപോലെ. പ്രിയപ്പെട്ടവരെ, അതൊരു ക്രിസ്തീയ ജീവിതത്തിലൊരു ഒരു കാലഘട്ടമാണ്. എന്നാൽ ചിലപ്പോൾ എത്ര ആഗ്രഹിച്ചാലും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അതെങ്ങനെയൊക്കെയാണ് വർണ്ണിക്കേണ്ടത്? എനിക്ക് തന്നെ ഞാൻ പലതും ചിന്തിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു അടിമ വേലക്കാരി വന്നു, ഹാഗാറിൽ അബ്രഹാമിൻ്റെ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായ ശേഷം അബ്രഹാമിൻ്റെ വീട്ടിൽ കുറേ കാലത്തേക്ക് വലിയൊരു പ്രശ്നമായിരുന്നു, സമാധാനമില്ല. ഹാഗാറും അബ്രഹാമിൻ്റെ ഭാര്യ സാറയും തമ്മിൽ എന്നും വഴക്ക്. നാം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അവിടെ അബ്രഹാം ഈ ഹാഗാറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നാൽ പിന്നെ അബ്രഹാമിനത് നേരത്തെ ചെയ്തുകൂടെ? നേരത്തെ ചെയ്യാൻ പാടില്ലായിരുന്നോ? പ്രിയപ്പെട്ടവരെ, അതിൻ്റേതായ ചില സമയങ്ങളുണ്ട്. നാം എത്ര കിടന്ന് അധ്വാനിച്ചാലും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് മനുഷ്യനെ ആഗ്രഹിക്കാം. പക്ഷേ മനുഷ്യൻ നിരാശപ്പെട്ടാൽ അത് പിന്നെയും നീണ്ടു പോയിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നാം പലരെയും പറ്റി പറയാറുണ്ട്, അവർക്കൊന്ന് കൂട്ടായ്മയ്ക്ക് വന്നാൽ എന്താണ്? ഇന്ന വീട്ടിലെ ഇന്നയാൾക്ക്, അല്ലെങ്കിൽ ഇന്നയാളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഒന്ന് വചനത്തിന് വന്നാൽ എന്താണ്? ഇന്നയാളുടെ മക്കൾക്കൊന്ന് വന്നാൽ എന്താണ്? അവർ യൂട്യൂബിൽ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു, അവർക്ക് ഈ കൂട്ടായ്മയിലേക്ക് വന്നാൽ എന്താണ്? നാം പലരെ പറ്റിയും പലതും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, സാധിക്കണമെന്നില്ല. നാം എത്ര പറഞ്ഞാലും ആഗ്രഹിച്ചാലും അതിൻ്റേതായൊരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം മനുഷ്യ ജീവിതത്തിൽ ഇത് ഒരു പ്രത്യേക കാലഘട്ടം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പ്രവാചകനായ ഹബക്കൂക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകന് വലിയൊരു ആവലാതി വന്നു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യുമെന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ പ്രവാചകനായ ഹബക്കൂക്ക് പറയുകയാണ്, ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട്. കൊത്തളം എന്ന് പറഞ്ഞാൽ വാച്ച് ടവർ, പ്രയർ ടവർ, പ്രാർത്ഥനാ ഗോപുരത്തിൽ കയറി ഇരുന്നു കൊണ്ട് പ്രവാചകൻ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ആവലാതി സംബന്ധിച്ച്. ആവലാതി വളരെ സാധാരണമായ ഒരു മലയാളം വാക്കാണത് എന്ന് പകൽക്കാലം ചിന്തിച്ചു. വേദോസിൽ വേറെ ഏതെങ്കിലും പ്രവാചകൻ ഏതെങ്കിലും പുസ്തകത്തിൽ
ഏതെങ്കിലും ദൈവദാസൻ തിരുവചനത്തിൽ ഈ ആവലാതി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ പ്രവാചകനായ ഹബക്കൂക്ക് സാധാരണ മനുഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, എൻ്റെ ആവലാതി. മനുഷ്യൻ എന്നും ആവലാതി ഉള്ളവനാണ്. ഓരോ കാര്യങ്ങളെ ഓർത്ത് മനുഷ്യനിങ്ങനെ വെപ്രാളമാണ്. തീർച്ചയായിട്ടും നാം എല്ലാം മനുഷ്യരാണ്. ദൈവത്തിന് വലിയ നാം മഹത്വപ്പെടട്ടെ. ഒന്ന് മാറുമ്പോൾ ഒന്ന്, കർത്താവേ ആ കാര്യം എങ്ങനെയാകും, അയ്യോ ഇന്ന രോഗം എങ്ങനെയാകും, ഇന്ന പരീക്ഷയുടെ കാര്യം എങ്ങനെയാകും, ഇന്ന അഡ്മിഷൻ്റെ കാര്യം എങ്ങനെയാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് തന്നെ എൻ്റെ ഒരു പെങ്ങളുടെ മകൾ ജർമ്മനിയിലൊരു പഠിക്കാൻ പോയിട്ടുണ്ട്. പരീക്ഷയുടെ അന്ന് ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അത് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു മരണ വീട്ടിൽ പോയി തിരികെ വരുമ്പോൾ ദൈവം പറഞ്ഞു, ഇപ്പോൾ പരീക്ഷ നടക്കുന്ന സമയമല്ലേ, നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അനന്ത കൃപയാൽ നിന്ന് റിസൾട്ട് വന്നു, പാസ്സായി. ദൈവത്തിന് സ്തോത്രം, സന്തോഷമാണ്. അപ്പോഴുണ്ട് മറ്റൊരു പെങ്ങളുടെ മകൾ ബാംഗ്ലൂർ പഠിക്കുന്നയാൾക്ക് നല്ല ചുമ, നല്ല ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ പോകുന്നു. ഇന്നലെ രാത്രി പോയി, ഇന്ന് പോകുന്നു. അപ്പോൾ ഒരു സന്തോഷം വരുമ്പോൾ മറ്റൊരു കാര്യം വരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി 7 കുഞ്ഞുങ്ങളുണ്ട്. ഒരാളുടെ കാര്യം മറ്റൊരാളുടെ കാര്യം, ഇങ്ങനെ ഓരോന്നോരോന്ന്, അതെന്താകും ഇതെന്താകും, ഇങ്ങനെയുള്ള ആവലാതികളുള്ളവനാണ് മനുഷ്യൻ. പ്രിയപ്പെട്ടവർ, എന്നാൽ ക്രിസ്തു ഭക്തൻ്റെ ആകത്തുക എന്ന് പറയുന്നത് എന്താണ്? ആവലാതികൾ വരുമ്പോൾ വരില്ല എന്നൊന്നും തിരുവചനം പറയുന്നില്ല, ഒരു ദൈവഭക്തനും പറയുന്നില്ല. വെപ്രാളം വരില്ല എന്നോ, അയ്യോ ഒരു ആശങ്ക വരില്ല എന്നോ, മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ നമ്മുടെ കടബാധ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബയോപ്സിക്ക് അയച്ചു ആ കാര്യത്തെക്കുറിച്ചോ നമുക്കൊരു ആശങ്കകളോ ആവലാതികളോ വരില്ല എന്ന് ഒരിക്കലും നാം പ്രതീക്ഷിക്കേണ്ട. കാരണം തിരുവചനം പറയുന്നു, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയാണ് ഈ ലോക ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? കർത്താവേ, ഇതൊരു കാരാഗ്രഹമാണല്ലോ, ഈ കാരാഗ്രഹത്തിൽ എനിക്ക് ചെയ്യാൻ ആകെ ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ കൊത്തളത്തിൽ കടന്നുകൊണ്ട്, കാവൽപ്പുരയിൽ കടന്നുകൊണ്ട് കർത്താവ് എൻ്റെ ആവലാതി സംബന്ധിച്ച് എന്തുത്തരം പറയും എന്നറിയേണ്ടതിന് ദൈവസന്നിധിയിൽ വിനയപ്പെട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ താണിരിക്കുമ്പോൾ ഈ കാര്യം കർത്താവിൻ്റെ കരത്തിൽ കൊടുത്തിട്ട് സമാധാനത്തോടെ ഇരിക്കുവാനാണ് ജീവനുള്ള ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 2020 കൂട്ടായ്മയിൽ പ്രശ്നം വന്നപ്പോൾ ചിലരെല്ലാം പറഞ്ഞു, നിങ്ങൾക്കൊരു കൂട്ടായ്മ തുടങ്ങിയാൽ എന്താ, നിങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്നാൽ എന്താ എന്ന് പലരും പറഞ്ഞു. പക്ഷെ 2022 ഫെബ്രുവരി മാസത്തിലാണ് നാം ഒരു കൂട്ടായ്മ ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ ഇടയ്ക്കുള്ള കാലത്ത് എത്ര ആഗ്രഹിച്ചാലും അത് നടക്കണമെന്നില്ല. 2030 ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് സ്തോത്രം, നാം ഇന്ന് എത്രയെല്ലാം വെപ്രാളപ്പെട്ടാലും ആവലാതിപ്പെട്ടാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ ഒരു സമയം വച്ചിട്ടുണ്ട്. അതാണ് താഴേക്ക് പറയുന്നത്. ദൈവം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് നാം ഇന്ന് നമ്മുടെ മക്കളുടെ വിവാഹക്കാര്യം ഓർത്ത് ഇത് ആകുലപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ഡയറിയിൽ, എൻ്റെ ദൈവമേ, തിരുവചനത്തിൽ വാക്യമുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തുവിന് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഉറക്കെ പറഞ്ഞോളൂ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ കർത്താവേ, ഇങ്ങനൊരു ദൈവമുണ്ടോ, ഇങ്ങനൊരു നല്ല ദൈവമുണ്ടോ? എല്ലാം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ആകാശത്തിൻ്റെ കീഴിലുള്ളൂ, ഈ ഭൂമിക്ക് മുകളിലുള്ളൂ, സ്വർഗാദി സ്വർഗങ്ങളിലുള്ളൂ. അവൻ്റെ പേരെന്താണ്? കർത്താവായ യേശുക്രിസ്തു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഫിലിപ്പിയർ 4:4 മുതൽ 6 വരെ നിങ്ങൾ കാണാതെ പഠിച്ചുകൊള്ളു. എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യർ പറയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചുമ്മാ കേട്ടിരിക്കാനല്ല, നിങ്ങൾ നല്ല ഉണർന്ന് ചലനമുള്ളവരായി നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ദൈവത്തോട് പറയാനുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മകളുടെ കല്യാണ തീയതി സ്വർഗത്തിലെ ഡയറിയിൽ കുറിച്ചിടും. എപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സ്തോത്രത്തോടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ശാന്തമായി കാത്തിരിക്കുന്നവരാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആ കാര്യത്തിൽ കരമെടുത്തിരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ
ഈ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങളിപ്പോൾ കാവൽപ്പുരയിലല്ല, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്. എൻ്റെ യേശുവേ, ആ കാര്യം എന്ന് നടക്കും എനിക്കറിഞ്ഞുകൂടാ, ആ പ്രശ്നത്തിന് എന്ന് പരിഹാരം വരും എനിക്കറിഞ്ഞുകൂടാ. കർത്താവേ, ആ രോഗത്തിൻ്റെ റിസൾട്ട് എങ്ങനെയാകും എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ മകൻ്റെ എൻ്റെ മകളുടെ ഇന്ന സ്വഭാവം അതെങ്ങനെ മാറും. കർത്താവേ, ഒരിക്കൽ ബൈബിൾ എടുത്ത് നടന്ന കുഞ്ഞ് ഇന്ന് കർത്താവേ ക്രിസ്തുവിൻ്റെ പാതയിൽ നിന്ന് മാറി മാറി നടക്കുന്നത് കാണുമ്പോൾ എനിക്കാകെയുള്ളത് ഇരുതുള്ളി കണ്ണുനീരാണ്. യേശുവേ, ഈ ജീവിതം മുഴുവൻ ഞാനിതാ യാഗമായി അർപ്പണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട അപ്പ, ഈ പാവപ്പെട്ട ഞാനും സമർപ്പിക്കുകയാണ്. യേശുവേ, ഈ ജീവിതം മുഴുവൻ നിനക്ക്, ഈ ആയുസ് മുഴുവൻ നിനക്ക്, എനിക്കുള്ളതെല്ലാം നിനക്ക്. കർത്താവേ, എല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. യേശുവേ, ഇപ്പോൾ നിന്റെ ആ തൃക്കരം ഞങ്ങൾ തലമേൽ വെക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. പ്രിയരെ, സമാധാനത്തോടെ ദൈവത്തെ സ്തുതിക്കുക, ഒരു കുഴപ്പവുമില്ല. കണ്ണുകൾ തുറന്നിരിക്കട്ടെ. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ ദൈവമേ, ഈ ആവലാതിയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? പ്രവാചകൻ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നിത്യനായ ദൈവം കൃത്യമായ മറുപടി പറഞ്ഞു. വായിച്ചു കേൾക്കാം താഴേക്ക്. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അതിന്റെ സമാപ്തി കണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നവനാണ് വിശ്വാസി എന്ന് പറയുന്നത്. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് ഒരു കാര്യം അപേക്ഷിച്ചു, ഞാൻ ഒരു കാര്യം ദൈവത്തോട് ചോദിച്ചു. ഈ ദിവസം വരെ ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം എനിക്ക് തന്നു എന്ന് അനുഭവമുള്ള ദൈവമക്കൾ, വിശ്വാസമുള്ള ദൈവമക്കൾ, ഇന്ന് വരെ എന്തെങ്കിലും അനുഭവം ലഭിച്ചവർക്കൊന്ന് കരമുയർത്തി ഒന്ന് ദൈവത്തോട് ദൈവത്തിന് മുമ്പിൽ കരമുയർത്താമോ? യേശുവേ, നിങ്ങൾ വെറുതെ അല്ലല്ലോ ഉയർത്തിരിക്കുന്നത്, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഈ ദിവസം വരെയും ദൈവം നമുക്ക് എല്ലാം തന്നില്ലേ? കൈകൾ താഴ്ത്തിയിട്ട് കൊള്ളൂ. എൻ്റെ ദൈവമേ, ഞാൻ ചോദിച്ചത് എന്താണ്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിസ്സാരമായത് ചോദിച്ചു, എന്നാൽ സ്വർഗഭണ്ഡാരം തുറന്ന് അമർത്തി കുലുക്കി തന്നപ്പോൾ എല്ലാം തന്നില്ലേ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒന്നും വേണ്ട, ലോകപ്രകാരമുള്ള എല്ലാം മാറ്റിവെക്ക്. നമ്മുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം എന്തെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഇങ്ങനെ എടുത്തിയാട്ടമില്ലാത്ത, കോപത്തിൻ്റെ മേൽ ജയമുള്ള, അശുദ്ധിയുടെ മേൽ ജയമുള്ള, പാപത്തിൻ്റെ മേൽ ജയമുള്ള, സിനിമയുടെ മേൽ ജയമുള്ള, എല്ലാ കാര്യത്തിലും വ്യക്തമായ തീരുമാനമുള്ള ജീവിതം നമ്മുടെ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. എന്നാൽ കർത്താവ് നമുക്ക് തന്നില്ലേ? ഇത് പറയുമ്പോൾ ചോദിക്കട്ടെ, അങ്ങനെ തീരുമാനമില്ലാത്ത ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ഇന്നും മദ്യപിക്കുന്ന ആരുടെ ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല, ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത് മാറ്റിക്കൊള്ളണം. രാത്രിയുടെ യാമങ്ങളിലിരുന്ന് രഹസ്യമായി മൊബൈൽ അഴുക്ക് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യയോടോ സ്വന്തം ഭർത്താവിനോടോ വിശ്വസ്തരല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്കുകൾ മാറ്റിക്കൊള്ളണം. ഇന്നലെ രാത്രി ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ അനേകം കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് ഈ ലോകത്ത് നടക്കുന്നത് എന്താണ്? അധമന്മാർ വാഴുന്ന ലോകം, അശുദ്ധി വാഴുന്ന ലോകം, എൻ്റെ ദൈവമേ, പൈശാചികന്മാർ വാഴുന്ന ഈ ലോകത്ത് നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും സമർപ്പിക്കുവാൻ പ്രിയരെ നമുക്ക് കൂടെ പോകാൻ പറ്റില്ല. പക്ഷേ പ്രിയപ്പെട്ട അപ്പനോ അമ്മയോ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരെ കാവൽ ചെയ്യുന്ന മാലാഖമാരുണ്ട്, അവരെ നടത്താൻ ദൈവമുണ്ട്. യേശു ആരാണ്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ദിവസം അത് നേരത്തെയാക്കാൻ നമ്മെ കൊണ്ട് സാധിക്കില്ല, നേരത്തെ ആയിക്കോട്ടെ ചിന്തിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ അതിൻ്റെ കൃത്യസമയത്ത് അത് നടക്കും. അതെൻ്റെ കർത്താവ് സാധിപ്പിച്ചു തരും. എൻ്റെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്ന് നെഹമ്യാവ് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചതുപോലെ എൻ്റെ ദൈവം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന് എൻ്റെ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനു നാം സംശയിക്കണം? ദൈവത്തിൻ്റെ വലിയ നാം മഹത്വപ്പെടട്ടെ. കാരാഗ്രഹത്തിൽ ഇതാ ശത്രുവിൻ്റെ പാളയത്തിൽ ആരാധനയില്ല. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ യേശുവേ, ദാവീദ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി കരഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ നിൻ്റെ നാമത്തിന് ഒന്ന് സ്തോത്രം ചെയ്യേണ്ടത്. എനിക്ക് ഈ സപ്രപഞ്ചക്കട്ടിൽ വേണ്ട, എനിക്ക് ഈ സിംഹാസനം വേണ്ട, എനിക്ക് ഈ സേവക
വൃന്ദം വേണ്ട. അങ്ങ് ബേത്ലഹേം മലഞ്ചെരുവിൽ ആടുകളെ നോക്കിക്കൊണ്ടൊരു വടിയുമായി നടക്കുമ്പോൾ, എൻ്റെ യേശുവേ ആടുകളുടെ കൂടെ കിടക്കുമ്പോൾ, ആടുകളെ തലോടുമ്പോൾ എന്നെ പൊതിഞ്ഞു നിന്ന ഒരു ആരാധന മാത്രം മതി എനിക്ക്, ആ ദൈവസ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞ് ദാവീദിരുന്ന് കരഞ്ഞു. 1 വർഷക്കാലം ദാവീദ് തടവറയിലായിപ്പോയി, മിണ്ടാൻ പറ്റിയില്ല, നാവ് കട്ടിപിടിച്ചു പോയി, സ്തുതി നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അവിടെയും ദൈവം സമയം വച്ചിട്ടുണ്ട്, പ്രവാചക ശബ്ദം വച്ചിട്ടുണ്ട്. താഴേക്ക് ഒന്ന് ഹബക്കൂക്ക് പ്രവാചക പുസ്തകം താഴേക്ക് ഒന്നുകൂടി വായിക്കാം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് വൈകിയാലും അതിനായി കാത്തിരിക്ക. അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് ദൈവസന്നിധിയിൽ വണക്കാം. എൻ്റെ കർത്താവിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ വാക്യങ്ങൾ നമുക്ക് കാണാതെ പഠിക്കണം, നാം വിശ്വാസികളായിരിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഒരു വശത്തും മറ്റൊരു വശത്ത് ഈ ദൈവവചന വാഗ്ദത്തങ്ങൾ എഴുതി വെച്ചുകൊണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. കർത്താവേ, അത് വൈകിയാലോ താമസിക്കുകയില്ല, അത് വരും നിശ്ചയം, അതിനായി കാത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നാം കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ യേശുവേ, ശത്രുപാളയത്തിൽ ആരാധനയില്ല. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കിടന്ന് ഞെരുങ്ങുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഇവരെ വിടുവിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ജീവനുള്ള ദൈവം. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, യാക്കോബ് അമ്മായിയപ്പനായ ലാബാന്റെ വീട്ടിൽ കിടന്ന് അങ്ങ് ഉരുകുകയാണ്. ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്ന്. ഇന്ന് അമ്മായിയപ്പൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ മരിച്ചാൽ ഞാൻ നിത്യ നരകത്തിൽ പോകുമെന്ന് യാക്കോബിന് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഇരുന്നപ്പോൾ മനസ്സിലായോ? പാപത്തിൽ ജീവിച്ചാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, പാപത്തിൽ മരിച്ചാൽ നിത്യ നരകത്തിൽ പോകുമെന്ന് മനസ്സിലായോ? എന്നാൽ പാപം വിട്ടൊഴിഞ്ഞാൽ, യേശുവിനെ വിളിച്ചാൽ യേശു അരികിലേക്ക് വരും, നമ്മുടെ അടുത്തേക്ക് വരും. അവൻ അടുത്തേക്ക് വന്ന് കയ്യിലെ കെട്ടുകൾ അഴിച്ചു തരും, കാലിലെ കെട്ടുകൾ അഴിച്ചു തരും, നാവിൻ്റെ ബന്ധനം അഴിച്ചു തരും. എന്നിട്ട് നമ്മുടെ മേലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരും. ദൈവത്തിന് സ്തോത്രം. ആ ശക്തി ഇപ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ യേശുവേ, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? യാക്കോബ് എന്ന് കരഞ്ഞപ്പോൾ യാക്കോബിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന ജീവനുള്ള ദൈവം ആ യാക്കോബിനെ ലാബാന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുവിക്കാൻ തുടങ്ങുകയാണ്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇന്ന് ആ പുറപ്പാട്, ദൈവത്തിന് സ്തോത്രം, ദൈവജനത്തിന്റെ പുറപ്പാട്, ബന്ധനത്തിൽ നിന്നുള്ളതായ പുറപ്പാട്, കെട്ടുകൾ അഴിഞ്ഞുള്ളതായ യാത്ര, അതിവിടെ നടക്കുവാൻ പോകുകയാണ്. യേശുവിത അരികിൽ വന്ന് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ തൊട്ടരികത്ത് വന്ന് നിൽക്കുന്നു. കർത്താവിന്റെ കരം നമ്മുടെ മേൽ വയ്ക്കുവാൻ കർത്താവ് നിൽക്കുന്നു. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് വിശ്വാസ കണ്ണുകളിൽ കാണാം, സമർപ്പിക്കാം. യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക എന്ന് യേശുവിനോട് പറയാം. ഹല്ലേലൂയ. പാപത്തോട് യാത്ര പറയുന്നു എന്ന് നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. ദൈവത്തിന് സ്തോത്രം. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഒന്നുകൂടി പറയൂ, ഹൃദയത്തിൽ പറയൂ, അല്ലെങ്കിൽ നാവെടുത്ത് പറയൂ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പുതുതായി വന്ന പലരുമുണ്ട്, ആദ്യമായി വന്നവരുണ്ട്. നിങ്ങൾക്ക് പറയാം, പിശാചിനോട് ഞാൻ യാത്ര പറയുന്നു, ശത്രുവിനോട് ഞാൻ യാത്ര പറയുന്നു, പാപത്തോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ യേശുവിനെ ഞാൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട സഹോദര, ആ ഒരൊറ്റ വാക്കിലാണ് യേശു ക്രിസ്തു തേജസ്സോട് നിങ്ങൾ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നാവെടുത്ത് പറയൂ. ഇനി നാം ഒരുമിച്ച് കാണുന്നില്ലെങ്കിലും, അഥവാ ഇനി നീ അടുത്ത കൂട്ടായ്മയ്ക്ക് മുമ്പ് ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചാലും, യേശുവിൻ്റെ രാജ്യത്തിൽ പോകാനുള്ള ഏക വഴി ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ പറയൂ, നാവെടുത്ത് പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക, നിന്നെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. കരങ്ങൾ താഴ്ത്തിയിടാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക കർത്താവേ. വിടുവിക്കുന്ന ഒരു ദൈവമുള്ളതിനാൽ സ്തോത്രം കർത്താവേ. ഇറങ്ങി നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുള്ളതിനാൽ സ്തോത്രം.
പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നു. ദൈവമുള്ളതിനാൽ സ്തോത്രം. കണ്ണുനീര് കാണുന്നു. ദൈവമുള്ളതിനാൽ സ്തോത്രം. നിസ്സാരരായി ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് എണ്ണി 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 പറഞ്ഞ് എത്രയോ കാര്യങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവേ, എല്ലാത്തിനും രാജകീയമായ മറുപടി സ്വർഗം തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഈ രാത്രി ഞങ്ങളെ സന്ദർശിച്ചതിനാൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, എല്ലാവരെയും ചേർത്ത് പിടിക്കണമേ. ഇനി ഞങ്ങൾ കൂടി കാണുമ്പോൾ കൃപയിൽ പരിപാലിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. സ്തോത്രം.